കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഈ ജനിതക വൈകല്യവുമായി ബന്ധപ്പെട്ട ചികിത്സകളിൽ അങ്ങ് ഏകദേശം 800ഓളം കുട്ടികളെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ടല്ലേ? ഞാൻ അവകാശപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇന്ന് ഈ ലോകത്ത് എത്ര കുട്ടികൾ ജനിച്ച് ഇങ്ങനെ രോഗികളായിട്ട് കിടപ്പുണ്ടോ? ഒരാളെ പോലും സുഖപ്പെടുത്താത്ത സ്ഥലത്ത് ഞാൻ 51% പേരെ സുഖപ്പെടുത്തി എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ അന്തസ്സ് ഒരു 25% നന്നാക്കി എന്ന് പറഞ്ഞാൽ അത് ക്രെഡിറ്റ് അല്ലേ? എന്നാലും അങ്ങയുടെ പെർസെൻറ്റേജ് ഓഫ് സക്സസ് എത്രയാണ്? എനിക്ക് 51% മേലെ. ഇപ്പം ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം, കാരണം എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്ന എല്ലാം ഒത്തിരി പ്രായം ചെന്നവരാണ്. 2 വയസ്സ് മുതലോ അല്ലെങ്കിൽ 3 വയസ്സ് മുതലോ 25 വയസ്സായവരെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അതിൽ കൂടുതലുള്ളവരും വന്നിട്ടുണ്ട്. 36 വയസ്സ് വരെയുള്ള ഈ രോഗം ബാധിച്ച് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ സുഖപ്പെടുത്താൻ പ്രയാസമാണ്, പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അത് എല്ലാവരും എന്നെ കംപ്ലയിൻറ്റ് ചെയ്ത് അയാളെടുക്കെ പോയിട്ട് ഞങ്ങൾ ഇത്രയും നാളും മരുന്ന് ചെയ്തും ഒരു മാറ്റവും ഇല്ല എന്ന് പറയുന്നവരുണ്ട്. അവരെ ഞാൻ കുറ്റം പറയില്ല, കാരണം സമയാസമയത്ത് വരാനോ അവർക്ക് വിധി ഉണ്ടായില്ല. അവർക്കും ഈ പറഞ്ഞതുപോലെ മാനസികമായിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് വിധിയല്ലേ. ഏതായാലും ഒരു സ്ത്രീയും പുരുഷനും വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് അവരൊന്നിക്കുമ്പോൾ നമുക്ക് കാലില്ലാത്തൊരു കൊച്ചുണ്ടാവട്ടെ, തല വലുതായൊരു കൊച്ചുണ്ടാവട്ടെ, ബുദ്ധിയില്ലാത്ത കൊച്ചുണ്ടാവട്ടെ എന്നൊന്നും ആരും പറഞ്ഞിട്ട് അല്ല, അതൊരു സത്യമാണ്. പക്ഷെ എന്തുകൊണ്ടുണ്ടാവുന്നു, ആ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് ഇവരെല്ലാവരും പഠിക്കണം. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2-3 കാരണം പറഞ്ഞു, ഇനിയും ഉണ്ട് കാരണങ്ങൾ. ആ 2 ശരീരം തമ്മിൽ യോജിക്കുമ്പോൾ അതിൻ്റെ അകത്ത് 2 പേരുടെയും സ്പേമിന് അതിൻ്റെ അകത്തുണ്ട്. അതിനാണ് വേറൊരു പ്രകൃതിയുടെ ഒരു സത്യം പറഞ്ഞുതരാം. കൃഷിക്കാരെപ്പോഴും വയൽ ആദ്യം വൃത്തിയാക്കും. വയലിലുണ്ടാകുന്ന എല്ലാ കളകളും ഉഴുതുമറിച്ച് വരമ്പ് വൃത്തിയാക്കി മണ്ണിൽ വെള്ളം നിറച്ച് ആ മണ്ണിൻ്റെ ചൂടിനെ തണുപ്പിച്ച് ഒരു ദിവസം ഇട്ട് വെച്ച് ഒപ്പം അതേപോലെ വിത്തിനെ സൂക്ഷിച്ച് വെച്ച് വിത്തിനെ പരുവമാക്കിയിട്ടാണ് കൃഷി, നെല്ല് വിതയ്ക്കുന്നതോ എന്ത് ഭൂമിയിൽ എന്ത് സാധനം വിതയ്ക്കുന്നതോ. അത് സത്യമാണല്ലോ, ഞാനുണ്ടാക്കിയതല്ല. അതേപോലെ തന്നെ ആയിരിക്കണം സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ. അതിൽ മനസ്സിനെയാണ് ഇങ്ങനെ വൃത്തിയാക്കേണ്ടതെന്നാണ് അങ്ങ് പറയുന്നത്. മനസ്സ്, സ്ത്രീയുടെ ഗർഭപാത്രം എന്ന് പറയുന്നത് എത്ര വാല്യുബിളായ ഒരു സംഗതിയാണ്. അവരതിനെ വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ അറിയില്ല എന്നൊന്നും കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് അതിനകത്തേക്ക് കൊണ്ടുപോയി വിത്തിട്ട് കഴിഞ്ഞാൽ എവിടെ ശരിയാവാനാ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നെൽകൃഷിയിൽ നമ്മൾ വയലിൽ വെള്ളം നിറച്ച് ആ വെള്ളം മണ്ണിനെ തണുപ്പിച്ചിട്ടാണ് ഇടണം. എന്ന് പറഞ്ഞാൽ ചൂടായിരിക്കണ സ്ത്രീയുടെ അണ്ടത്തിൽ കൊണ്ടുപോയിട്ട് ഇത് കൊണ്ടുപോയിട്ടാ അത് അതിൻ്റെ അത് ശരിയാവുമോ? എന്താ സ്ത്രീകൾക്ക് ചൂടില്ലേ? സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ചൂട് അവർക്കാണ്. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചൂടുണ്ടാവണേ എന്ന് ചോദിച്ചാൽ ഹോർമോണിൻ്റെ ഒരു ഭാഗം അവിടെ കിടക്കട്ടെ. അവർ ശാരീരികമായി അവരെപ്പോൾ കുളിക്കുന്നു, എങ്ങനെ കുളിക്കുന്നു, അവരുടെ ശരീരത്തിൻ്റെ ഈ പറഞ്ഞ ഗർഭപാത്രവും ഇതെല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ എത്ര പേർക്കറിയാം? അതിൻ്റെ യാതൊരു ലെവലേഴ്സും പോലും അറിയില്ല. അത് സൂക്ഷിക്കണ്ടേ? അപ്പോൾ വിത്ത് നന്നായിരിക്കണം. അപ്പോൾ വിത്ത് നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ അതിനനുസരിച്ചുള്ള ഫൈബറിൻ്റെ ഫുഡ് കഴിക്കണം, സ്റ്റാർച്ചാണ് കഴിക്കണേ. ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കാലത്ത് ചെറുപ്പത്തിൽ മുതൽ ഞാനും ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെയുള്ള പുസ്തകങ്ങളിലെല്ലാം ഉള്ളത് 80% നാരുള്ള ഭക്ഷണവും 20% ആമ്ലമായ ഭക്ഷണം കഴിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഫൈബർ ഫുഡ് 80%, സ്റ്റാർച്ച് 20%. ഇന്ന് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പ്രോട്ടീൻ കൂടുതൽ കഴിക്കണമെന്നാണ്. എന്ത് ന്യായമാണെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. കാർബോഹൈഡ്രേറ്റും കൂടുതൽ കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതല്ലേ സ്റ്റാർച്ച്? അല്ല, ഈ ഫൈബർ കണ്ടന്റഡായ പ്രോട്ടീൻസ് ഇല്ലേ? ഫൈബർ കണ്ടന്റായ പ്രോട്ടീൻസ് കഴിക്കാം. പ്രോട്ടീൻ തന്നെ വേണമെന്ന് നിർബന്ധം എന്താ? പ്രോട്ടീൻ മാത്രമായിട്ട് ഇന്നിപ്പോൾ പല സ്ഥലത്തുനിന്നും കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അതാണ്, പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കുക. ഡയറ്റീഷ്യൻസും പറയും പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കുക. എന്നിട്ട് എന്താ, ക്യാൻസർ രോഗികളുടെ എണ്ണം ഇപ്പോൾ പോരെ? എൻ്റെ ചോദ്യം അതാണ്. ക്യാൻസർ രോഗികളെ കിട്ടിയത് പോരെ? പ്രോട്ടീൻ തന്നെ കഴിക്കണം, പ്രോട്ടീൻ കൂടുതൽ വേണം, എല്ലാം സമ്മിശ്രമായി വേണം. അത് പറഞ്ഞു കൊടുക്കണം. എൻ്റെ ഒരു അഭിപ്രായം പറയാം. സമൂഹത്തിൽ അത്യാവശ്യം വേണ്ടുന്നൊരു അഭിപ്രായമാണ്. ഇന്നെല്ലാം വലിയ വലിയ മെഡിക്കൽ ഹോസ്പിറ്റലുകളെല്ലാം തന്നെ അവിടെയൊക്കെ ക്യാൻറ്റീനുണ്ട്. ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ആ ക്യാൻറ്റീനിൽ ഫൈബർ ഫുഡ് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ആശുപത്രി ഇന്ന് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഒരു ആശുപത്രിയുടെ ചുറ്റും കൊക്കക്കോള മുതലുള്ള കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങളാണ് പെട്ടിക്കടകളിൽ മുഴുവൻ കഴിക്കുന്നത്. അതെന്തിനാ? നമുക്ക് ചിന്തിച്ചുകൂടെ? ഞാൻ തെറ്റൊന്നും പറയണില്ല, അവനും കച്ചവടം ചെയ്ത് 10 രൂപ കിട്ടണം. പക്ഷേ വേദനിച്ച് രോഗം വന്ന് അഭയം തേടി ചെല്ലുന്ന സ്ഥലത്ത് പൂർണ്ണമായും അവർക്ക് അഭയം കൊടുക്കണോ വേണ്ടയോ? അപ്പോൾ അവരുടെ ഭക്ഷണം മാറ്റണം. ഞാനും രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ ഒരു കാരണവശാലും രോഗമുണ്ടാകുന്ന ഒരു ഭക്ഷണ സാധനവും ഞാൻ കൊടുക്കില്ല. അങ്ങനെ കൊടുക്കാതിരുന്ന് പഠിച്ചപ്പോൾ മനസ്സിലായി
എന്തിനാ മരുന്ന് കൊടുത്ത് ചികിത്സിക്കണേ? ഭക്ഷണം നല്ലത് കൊടുത്താൽ മതി. അപ്പോൾ വരുന്ന ആളുകളുടെ ബൈസ്റ്റാൻഡേഴ്സിനും വളരെ സ്ട്രിക്റ്റായിട്ട് പറയും ഇവിടുത്തെ ഭക്ഷണം കഴിച്ചോളണം. അപ്പോൾ അവർ പോകുമ്പോൾ പറയും ഞങ്ങൾക്ക് ഒത്തിരി രോഗം കൊണ്ട് വന്നതാ വൈദ്യരെ, ഭക്ഷണമാണ് മരുന്ന്. ഇപ്പോൾ നല്ല സുഖമാണ്, അപ്പോൾ അത് തന്നെ വീട്ടിൽ ചെയ്തോ. ഇനി രോഗമുണ്ടെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്, കാരണം നിങ്ങളുടെ കയ്യിലുണ്ട് മരുന്ന്. അടുക്കളയാണ് ഏറ്റവും വലിയ ആശുപത്രി. ഒരു വീട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് അടുക്കള വേണം, പിന്നെ വിസിറ്റിംഗ് റൂം വേണം. അത് ഡൈനിങ് റൂമും വിസിറ്റിംഗ് റൂമും ഒന്നിച്ചാക്കി, ഫാഷൻ കൂടിയപ്പോൾ. പിന്നെ ബാത്റൂം വേണം. ബാത്റൂം മിക്കവാറും ഗുഹ പോലെ ആയിരിക്കും, അതിൻ്റെ അകത്ത് കാറ്റൊന്നും കയറുമെന്ന് സംശയം. അങ്ങനെ അഥവാ ഇനി അകത്തുണ്ടാകുന്ന സാധനം പോകാനായിട്ട് ഒരു എക്സോസ്റ്റ് ഫാൻ വയ്ക്കുക. പിന്നെ ഉള്ളതാണ് ബെഡ്റൂം. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് വീട്. കാർ ഷെഡ് പോലെ നമ്മുടെ വാഹനം അവിടെ കൊണ്ടുപോയി റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. രാത്രി തന്നിരിക്കുന്നത് ഉറങ്ങാനാണ്, പകൽ ജോലി ചെയ്യാനാണ്. ഇതെല്ലാം എല്ലാവരും മനസ്സിലാക്കണം. രാത്രി മുഴുവനും പോയിരുന്ന് പണിയെടുത്തേച്ച് ആ രാത്രി വേണ്ടാത്തതൊക്കെ തിന്നിട്ട് പകൽ വന്ന് കിടന്നുറങ്ങി, അല്ലെങ്കിൽ ഉറങ്ങാതിരുന്ന്, ഉറക്കം കിട്ടാതിരുന്ന്, ഇതെല്ലാം നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ തന്നെ നശിപ്പിക്കുക. അതൊരു ഓർഡറായിട്ട് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ രാത്രി കിടന്നുറങ്ങി അടുത്ത ദിവസം നേരം വെളുക്കുന്നത് വരെ നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന് പഠിക്കണം, നമ്മൾ എന്ത് കഴിക്കണമെന്ന് പഠിക്കണം. ഇത് ചെയ്താൽ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് 1080, 95% അമേരിക്കയിലുണ്ട് കുട്ടികളുണ്ടാകുന്നത് ഈ ജനറ്റിക് ഡിസോർഡർ. ഞാനിപ്പോൾ പറയുന്നത് മുഴുവനും ജനറ്റിക് ഡിസോർഡർ ഉണ്ടാകാതിരിക്കാൻ ഓരോ വ്യക്തിയും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യമാണ്. ഇതിൻ്റെ എണ്ണം കുറയണം. ഈശ്വര നിശ്ചയം ശിക്ഷയാകരുത്. ഒരു കുട്ടി ഒരു വീട്ടിൽ കളിക്കുക എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഭാഗമാണ്. കുട്ടി ഉണ്ടാവട്ടെ, കുട്ടി ഉണ്ടാവണം. പക്ഷേ ഇഴയുന്ന കുട്ടികൾ ഇനി അടുത്ത തലമുറയിൽ മുഴുവനും ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഇത്ര കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഓടി നടക്കുന്നതിൻ്റെ കാരണം? അത് പഠിക്കണം, അത് തിരുത്തണം. അത് തിരുത്തിയാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും കാലം ഉണ്ടായിട്ടും എനിക്ക് എൻ്റെ പ്രായം ഏതാണ്ട് 77 കൊല്ലം ഞാനിപ്പോൾ ഈ ലോകത്ത് വന്നിട്ട് എൻ്റെ ചെറുപ്പകാലത്തിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ വളരെ കുറച്ച് കേട്ടിട്ടുള്ളൂ. ഇന്ന് എവിടെ ചെന്നാലും ഇതൊരെണ്ണമുണ്ട്. പണ്ട് കാലത്ത് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. ഇന്ന് അതൊരു നിത്യത്തൊഴിലായി മാറ്റി. ഇന്ന് എവിടെ നോക്കിയാലും സെർബ്രൽ പാൾസി ഉള്ള കുട്ടികളെ, ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളെ ഇങ്ങനെ വിഭാഗങ്ങളാക്കി തിരിച്ച് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തിനാ ഇങ്ങനെ എണ്ണം കൂടണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ ആകണമെന്ന് വിദഗ്ധന്മാരായ പഠിച്ചിട്ടുള്ള ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള വ്യക്തികൾ എന്തുകൊണ്ട്, IAS എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു ജന്മം വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ചിന്തിക്കാത്തത്? അങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോൾ അതിനെ ഇല്ലായ്മയാക്കാനാണല്ലോ ശ്രമം. അതല്ലല്ലോ വേണ്ടത്. അപ്പം പൊതുജനങ്ങളെങ്കിലും മനസ്സിലാക്കിയെടുക്കണ്ടേ? ഇത് ഒരു സമൂഹത്തിലൊരു വലിയൊരു വേദനാജനകമായൊരു കാര്യമാണ്. ഇങ്ങനൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഒന്നിയിൽ ചികിത്സാ പ്രയാസം കൊണ്ടും കുടുംബജീവിതത്തിൻ്റെ അകത്ത് തകരാറ് വന്ന് ഭർത്താവ് ഇട്ടിട്ട് പോകും, കൊച്ചിൻ്റെ അച്ഛൻ ഇട്ടിട്ട് പോകും. ധാരാളം പേര് തിരുവനന്തപുരത്ത് ഞാൻ ചികിത്സയിൽ ഇരുന്നപ്പോൾ ഭർത്താക്കന്മാരിട്ടിട്ട് പോയ അനേകം പേരുണ്ട്. കൊച്ചു നന്നായി കഴിഞ്ഞപ്പോൾ ചേർന്നിട്ടുള്ളവരുമുണ്ട്, വേറെ ജീവിതത്തിലേക്ക് പോയിട്ടുള്ളവരുമുണ്ട്. ഇതൊക്കെ അനുഭവത്തിൻ്റെ ഭാഗത്ത് ഞാൻ പറയാം. എന്തുകൊണ്ട് ഈ ഒരു കുഞ്ഞിങ്ങനെ ജനിച്ചു? എൻ്റെ ചരിത്രത്തിൽ എൻ്റെ അനുഭവത്തിൽ ഒരു അമ്മ മാത്രം പ്രസവിച്ച ഉടനെ ഇട്ടിട്ട് പോയി. ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇന്നും എനിക്ക്. ഞാൻ പറഞ്ഞു ആ അമ്മ തിരിച്ചു കൊണ്ടുപോവാ, അതിന് മുലപ്പാൽ കൊടുക്കുക, കൊച്ചിനെ രക്ഷിക്കാം. വന്നില്ല. അപ്പം അങ്ങനത്തെയും അമ്മമാരുണ്ട്. അതിനെ പെക്ഷിന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ അമ്മമാരുണ്ട്. ആണുങ്ങൾ അങ്ങനെയല്ല, താങ്ങാൻ പറ്റുന്നില്ല, സാമ്പത്തികമില്ല, എന്തു ചെയ്യും? ഒരു സ്ഥലത്ത് ഞാനൊരു ക്യാമ്പിട്ടപ്പോൾ ഒരു കൊച്ചിനെ കൊണ്ട് അകത്ത് കയറി വന്നു. ആ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ വരാനാണ് സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെയല്ലേ പറയാം. ഞാനും ആ രീതിയിൽ തന്നെ. അപ്പോൾ അവരുടെ കൂടെ പിന്നെ പുറയുന്നു ഒരു 3 പേരെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളോട് ഓരോരുത്തരോട് വരാൻ. അപ്പോൾ ആ സ്ത്രീ കണ്ണീരോടുകൂടി പറയാണ്, ഇത് 4 എൻ്റെ മക്കളാണ്. ആലോചിച്ച് നോക്കുക അവരുടെ അവസ്ഥ. ഇത്രയും ക്രൂരമായ സമൂഹം. ഉദ്യോഗസ്ഥന്മാർ ഇവർ പിന്നെ എന്ത് ഉദ്യോഗം നടത്തണേ? അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ 4 എണ്ണത്തിനും ഭക്ഷണം കൊടുക്കാൻ പോലും ഇല്ല, പിന്നെ എങ്ങനെ ചികിത്സിക്കാനാണ്? ഇതിൻ്റെ അകത്ത് ഒത്തിരി സങ്കടമുള്ള കാര്യങ്ങളുണ്ട്. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ കേട്ട് എന്നോട് ഒരു പ്രാർത്ഥനയിൽ ചേർക്കും. ഇതിൻ്റെ കഴുകന്മാരായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്നെ എങ്ങനെയും കൊല്ലണമെന്ന് തോന്നും. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് അനുഭവങ്ങളാണ്. ഇങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് കോടതിയിൽ ചെന്നാൽ പോലും പെട്ടെന്ന് തീരുമാനം എടുക്കണ്ടേ? ഇതെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താ? ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞേക്കേണ്ട കാര്യമാണ്. എന്നെ ഈ കാണിക്കുന്നത് റിസൾട്ട് ഞാൻ കാണിച്ചില്ല, എന്നെ തല്ലിക്കൊന്നോ അല്ലെങ്കിൽ എന്നെ നാട് കടത്തിക്കോ. ഞാൻ തട്ടിപ്പാണ് ചെയ്യുന്നതെങ്കിൽ എന്നെ വെച്ച് വാഴിക്കല്ലേ. അതിൽ കൂടുതലൊരു മനുഷ്യൻ പറയാൻ പറ്റുമോ?